അങ്ങ് വടക്കൻ കേരളത്തിലോട്ടൊക്കെ ഈ ചക്ക വെച്ചിട്ട് വലുതായിട്ട് കറികളൊന്നും ഉണ്ടാക്കത്തില്ലെന്ന് ഒരാൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ശരിക്കും ചക്ക വെച്ച് ഒരുപാട് അവിയലുണ്ട്, ചക്ക എരിശ്ശേരിയുണ്ട്, അതുപോലെ ചക്ക വേവിച്ചതുണ്ട്, ചക്ക കുഴച്ചെടുത്തത്, അങ്ങനെ ഒരുപാട് ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ തെക്കൻ കേരളത്തിലോട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കറിയാണ് ഈ ചക്ക എരിശ്ശേരി. ചക്ക നന്നായി വേവിച്ചെടുക്കണം. വേവിക്കുന്നതിനോടൊപ്പം ഉപ്പും മഞ്ഞളും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കാം. ചക്ക നന്നായി വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങയും ജീരകം വെളുത്തുള്ളി ഇത്രയും അരച്ച് ചേർത്ത് നന്നായി ഇതുപോലെ കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് ഇതുപോലെ കുറച്ച് കുഴഞ്ഞ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. അതിനുശേഷം ആ അരപ്പൊക്കെ ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്നും കൂടി ഒന്ന് വേവിക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് താളിച്ചിടണം. താളിച്ചിടുന്നതും ഒരു പ്രത്യേകതയുണ്ട്. കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് ചെറിയുള്ളി ഒന്ന് നന്നായി മൂത്ത് വന്നാൽ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്നാൽ പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കും. തിരിങ്ങിയെടുത്ത തേങ്ങയാണ്, അതും കൂടി ചേർത്ത് കൊടുത്ത് തേങ്ങ നന്നായി ഒന്ന് വറുത്ത് വരണം. തേങ്ങ നന്നായി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് വെന്തിരിക്കുന്ന ആ ചക്കയിലേക്കിട്ട് നന്നായി അങ്ങ് ഇളക്കി കൊടുത്താൽ നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെയുള്ള നല്ലൊരു ചക്ക എരിശ്ശേരിയാണ്. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ.